ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു ടിപ്പാണ്. നമ്മളുടെ ചുറ്റുവട്ടങ്ങളെപ്പറ്റി കോൺഷ്യസ് ആയിട്ടിരിക്കുക, നമ്മളെപ്പറ്റി കോൺഷ്യസ് ആയിട്ടാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഓഫ് മൈൻഡ് പവർ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെപ്പറ്റി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെപ്പറ്റി, നമ്മുടെ ചിന്തകളെപ്പറ്റിയൊക്കെ കോൺഷ്യസ് ആയിട്ട് കാര്യം മനസ്സിലാക്കേണ്ടത്. നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യണം നമ്മുടെ വേ ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ നമ്മളെ തന്നെ എക്നോളജ് ചെയ്യണം. ഇപ്പോൾ ഈ മൊമെൻറ്റിൽ നമ്മളിലേക്ക് വരുന്ന ചിന്തകൾ എന്താണ്, നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ പറയുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണ്, അതിനെപ്പറ്റി നമ്മൾ ആദ്യം ബോധവാന്മാരാകണം, അല്ലെങ്കിൽ കോൺഷ്യസ് ആകണം. വി മസ്റ്റ് എക്നോളജ് വാട്ട് ഈസ് എ പ്രസൻറ്റ് സിറ്റുവേഷൻ. അപ്പം നമ്മളിപ്പം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കൊരു ചേഞ്ചൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളിലേക്ക് ഉടനെ വരുന്ന തോട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമുക്കിപ്പോൾ നമ്മളെ മാറ്റാൻ പറ്റില്ല, നമുക്കുള്ള സിറ്റുവേഷൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള ചിന്തയായിരിക്കും നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ സമയത്ത് താങ്ക് യു, ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്നിലേക്ക് വരുന്ന മാറ്റങ്ങൾ വളരെ സുഗമമായി അല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് ഐ ചൂസ് ടു ബിലീവ് ദാറ്റ് ദ ചേഞ്ച് ഈസ് കമ്മിങ് ടു മീ വെരി ഈസിലി. അങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ പോലെയാണ്. അപ്പോൾ ഒരു തുള്ളി കൊണ്ട് ചിലപ്പോൾ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. പിന്നീട് കുറേ തുള്ളികൾ നമ്മൾ അതിലേക്ക് ചേരുമ്പോൾ അതൊരു ഓഷനായിട്ട് മാറും, ഇല്ലേ? അതേപോലെയാണ് നമ്മളിപ്പോൾ ആദ്യം ഒരു എഫർമേഷൻ അല്ലെങ്കിൽ ആദ്യം ഒരു ചിന്ത നമ്മളിലേക്ക് കൊടുക്കുകയാണ്. അതായത് ഐ ചൂസ് ടു ബിലീവ് ദാറ്റ് ദ ചേഞ്ച് ഈസ് ഗോയിങ് ടു ബി ഡൺ ഈസിലി, അല്ലെങ്കിൽ ചേഞ്ച് ഈസ് ഗോയിങ് ടു ബി മെയ്ഡ് ഈസിലി. അത് ഒരു ഡ്രോപ്പാണ്. അത് നമ്മൾ റിപ്പീറ്റഡായിട്ട് മനസ്സിലിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചേഞ്ചസ് തന്നെ വരാൻ തുടങ്ങും. അതായത് നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. യു വിൽ ഫീൽ എ സെൻസ് ഓഫ് റിലാക്സേഷൻ. നമ്മളുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തോന്നും. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു റിയലൈസേഷനാണ്. നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, വാചകങ്ങൾ, ഇതെല്ലാമാണ് നാളെ നമ്മൾ എന്തായിത്തീരും, അല്ലെങ്കിൽ നാളെ നമ്മളുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ദിസ് മൊമെൻറ്റ് ഈസ് വാട്ട് വി ആർ ഫീലിംഗ്. ഇതാണ് നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻറ്റ്. ദിസ് ഈസ് ദ മൊമെൻറ്റ് വി ആർ ലിവിങ്. ഇവിടെയാണ്, ഈ ഒരു മൊമെൻറ്റിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് ദ മൊമെൻറ്റ് വി ആർ എക്സ്പീരിയൻസിങ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതാണ് നെക്സ്റ്റ് റിയലൈസേഷൻ. ദിസ് ഇസ് ദ മൊമെൻറ്റ് വി ക്യാൻ ചേഞ്ച്. ഈ ഒരു മൊമെൻറ്റാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചേഞ്ച് കൊണ്ടുവന്നാലും നാളെ നമുക്കത് റിഫ്ലക്റ്റഡ് ആയിട്ട് വരും. സോ ഈ ഒരു മൊമെൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എങ്ങനെ എഫേം ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെ മാറ്റിക്കൊണ്ടുവരണം, അതാണ് നേരത്തെ പറഞ്ഞത്. ചേഞ്ച് ഈസ് ഗോയിങ് ടു ബി മെയ്ഡ് ഈസിലി വിത്തിൻ മീ, അല്ലെങ്കിൽ എന്നിലേക്കുള്ള മാറ്റങ്ങൾ വളരെ എളുപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരുന്നതായി. ഈ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളിലേക്ക് നെഗറ്റീവ് തോട്ട്സ് വരുമെന്ന് പറഞ്ഞു. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരും. നമ്മളിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ഒരുപാട് ബ്ലോക്കുകൾ, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വരും. അപ്പം നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എക്നോളജ് ചെയ്യുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ശരി, വന്നോളൂ, എന്നിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു നെഗറ്റീവ് തോട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരും, ഇത് നെഗറ്റീവ് ആണ് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിനോട് പറയുക താങ്ക് യു ഫോർ ഷെയറിങ്, താങ്ക് യു ഫോർ ഷെയറിങ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് തോട്ട് നമ്മളിൽ നിന്ന് ഡിസോൾവ് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. അപ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. താങ്ക് യു.